സോ ഞാൻ കൽബ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അരുൺ എൻ്റെ കൂടെ വന്ന് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞത്. ആദ്യം എനിക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് തോന്നിയില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ എനിക്കിത് വർക്കാവത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷെ കാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് മൈക്ക് റിലീസായി. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന്. കാരണം എനിക്ക് സർട്ടൻ ഒരു ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഹീറോ ആയ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന്. പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മളെ ചാലഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു റിസ്ക് എടുത്താലേ നമുക്ക് ഒരു വേഴ്സിറ്റിലിറ്റി ആയിട്ടുള്ള ഒരു ആക്ടറെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. സോ പിന്നെ ഈ കുറച്ചൊന്ന് റീവർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് അത്രയ്ക്ക് സാമ്യം ഇല്ലാത്തൊരു ക്യാരക്ടർ. കാരണം എൻ്റെ ഒരു ജീവിത സാഹചര്യം നോക്കിയാലും ഈ ക്യാരക്ടറിനോട് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെനിക്ക് ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് ബ്രിങ് ടു ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു വിജയമാണ്. സോ അതൊരു ചാലഞ്ച് ആയിട്ട് ഞാൻ എടുത്തു. അപ്പം എനിക്ക് കാരണം ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക്കലി ഒരു കോമൺ മാനാണ് എന്ന് പറഞ്ഞാൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ. നമ്മൾ പക്ക നാട്ടുപുറത്തുകാരൻ. കാരണം ഞാൻ ആക്ച്വലി ദുബായിലാണ് പഠിച്ചു വളർന്നത്. സോ എനിക്ക് എപ്പോഴും അവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ കുറച്ചുകൂടെ അക്കസ്റ്റഡ്. പിന്നെ വല്ലപ്പോഴും നാട്ടിൽ വരുമായിരുന്നു, ഫാമിലി റിലേറ്റീവ്സിനും കാണാം. പക്ഷെ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് സ്ഥിര താമസം ഇവിടെ തുടങ്ങിയത് ഞാൻ. സോ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പക്ക കട്ടപ്പന നാട്ടുപുറത്തുകാരൻ. പുള്ളിക്കാരൻ്റെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ആ സ്ട്രഗിൾസ് ഈ പടം നാവിഗേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് ഫീൽ ചെയ്തു ഇതിനെന്തോ ഒരു ചാലഞ്ച്, ഒരു പുതുമയുണ്ട്. സോ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്.